ഡാഡി, ഇത്തവണ വിഷുവായിട്ട് എന്താ പ്രോഗ്രാം? നിങ്ങൾ ഫിക്സ് ചെയ്തോ? ഞാൻ കൂടിക്കൊള്ളാം. എവിടേക്കെങ്കിലും ഒരു ഔട്ടിങ്ങിന് പോവായിരുന്നു. പക്ഷെ മമ്മിയുടെ കണ്ടീഷൻ ഓക്കെ അല്ലാത്തത്. അത് പറഞ്ഞ് ശരിയാക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം. അമ്മ ഓക്കെ ആണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. രാജുട്ടാ, ഇതെല്ലാം എടുത്ത് അകത്ത് വെച്ച്. ഹലോ, പറയട രാജീവേ, എത്ര നാളായി നീ വിളിച്ചിട്ട്? സുഖാണോ? ഇതെന്താടോ? സൂര്യ സാറ് കൊണ്ടുവന്നതാ, ഇനിയുണ്ട്. സാരിയാണല്ലോ. ഇതില് സാരികളാ ചേച്ചി? എന്ത് നല്ല ഡിസൈനാ, അതും കോസ്റ്റ്ലി. സൂര്യ സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷു അല്ലേ? സൂര്യ സാറ് എല്ലാവർക്കും ഡ്രസ് എടുത്തതായിരിക്കും. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനൊരു ചേഞ്ച് എങ്ങനെ അവന് വന്നത്? എല്ലാം നന്നായിട്ടുണ്ടല്ലേ? എല്ലാം സൂപ്പർ സെലക്ഷൻസ്. മോളെ, സാരി ഉടുത്തപ്പോ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മോളിങ് വാ. ഇത് സാരികളാ? ആഹാ, ദേ നോക്ക്, ഇത് മമ്മി എടുക്കുന്ന ടൈപ്പ് സാരികളാ. മമ്മിക്കും വാങ്ങിയോ? വേദ, നീ മമ്മിയെ വിളിച്ചോണ്ടോ? ഇത് ആരുടെയായിരുന്നു സെലക്ഷൻ? നിന്റെയോ സൂര്യയുടെയോ? എല്ലാം സൂര്യ സാറ് സെലക്ട് ചെയ്തതാ. അതാ ഇത്ര ക്വാളിറ്റി. മമ്മി, മമ്മി ഒന്നിങ്ങ് വന്നേ. എന്താടി? ഇങ്ങോട്ട് വന്നേ. എന്താ? വാ, നീ വിട്, ഞാൻ വരാം. മമ്മി ഇത് കണ്ടോ? സൂര്യ വിഷുവിന് നമുക്കെല്ലാവർക്കും ഡ്രസ് എടുത്തോണ്ട് വന്നിരിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും എടുത്തിട്ടുണ്ടാവും, പക്ഷെ എനിക്കുണ്ടാവില്ല. എനിക്കെപ്പോഴാ അവൻ എന്തെങ്കിലും എടുത്തിട്ടുള്ളത്? എനിക്ക് ഇഷ്ടമുള്ള എന്താ അവൻ ചെയ്തിട്ടുള്ളത്? പത്മ, മനുഷ്യർക്ക് ഓരോ കാലത്ത് എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഏതായാലും അവൻ ഇതൊക്കെ കൊണ്ടുവന്നല്ലോ, താൻ അതൊക്കെ എന്ന് എടുത്തു നോക്ക്. നോക്ക് മമ്മി, ചിലപ്പോ ഈ വിഷു എല്ലാ പ്രശ്നങ്ങളും തീർന്നു പോവാനാണെങ്കിലോ? മമ്മി നോക്കി, മമ്മി സെലക്ട് ചെയ്യാറുള്ള ടൈപ്പ് സാരികളല്ലേ? മമ്മിക്ക് നന്നായിട്ട് ചേരും. ഏയ്, അതല്ല, ഇതായിരിക്കും മമ്മിക്ക് വേണ്ടി സൂര്യ സെലക്ട് ചെയ്തത്. ഇതൊക്കെ കൊള്ളാം. സൂര്യ, എന്ത് സർപ്രൈസ് ആടാ! നീ അങ്ങ് ഞെട്ടിച്ചളഞ്ഞല്ലോ. എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്, പ്രത്യേകിച്ച് മമ്മിക്ക് വേണ്ടിയുള്ള സെലക്ഷൻ. ഇത് നോക്കി, എന്ത് നന്നായിട്ടാ മമ്മിക്ക് ചേരുന്നേന്ന്. നന്നായി ചേരുന്നുണ്ടല്ലേ?
ശരിക്കും സർപ്രൈസ് ആയി പോയടാ. ഓ സർപ്രൈസ് ഇനിയല്ലേ കിടക്കുന്നത്. ഈ ഇരിക്കുന്ന സാരീസ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്കാർക്കും ഉള്ളതല്ല. ഇതെല്ലാം എന്റെ ഭാര്യക്കുള്ളത്. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സുകളാണ് ഇതെല്ലാം. ഒരൊറ്റ ഒരെണ്ണം ഇതിൽ തൊട്ടുപോകരുത്. നിന്നോട് ആരാടി ഇത് തൊടാൻ പറഞ്ഞ? ആ സൂര്യ, ഒരു വിഷുവല്ല, 1000 വിഷു വന്നാലും എനിക്കൊരു ചേഞ്ചും ഉണ്ടാവില്ല. എന്റെ ശത്രു എന്നും എന്റെ ശത്രു തന്നെയായിരിക്കും. ആ രാജോട്ടാ, ഇതെല്ലാം പാക്ക്, എന്നിട്ട് എല്ലാം എന്റെ മുറിയിൽ കൊണ്ടുവയ്ക്കും. ഞങ്ങൾ ഈ സാരിയൊക്കെ നോക്കുമ്പോ എന്താടി നീ വാതറൊന്നൊന്നും പറയാതിരുന്നേ? അത് അവൻ നിനക്ക് വേണ്ടി എടുത്ത സാരി ആയിരുന്നെങ്കിൽ അത് ഞങ്ങളോട് പറയായിരുന്നില്ലേ നിനക്ക്? അതെങ്ങനെയാ? അപ്പൊ നമ്മൾ നാണം കിടില്ലല്ലോ, മമ്മി നാണം കിടില്ലല്ലോ. ഇതെല്ലാം ശരിയായ ശേഷം ഏട്ടൻ ഇറങ്ങി വന്നാലല്ലേ ഇവൾക്ക് ഇതൊക്കെ കാണാൻ പറ്റൂ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അവന്റെ കൂടെ പുറത്തിറങ്ങി ഒരു സാരിയും വലിച്ചു ചുറ്റി പൂവും വെച്ച് കഴിഞ്ഞപ്പോ ഈ വീട്ടിലെ മരുമകളാണെന്നുള്ള തോന്നൽ വന്നോടി നിനക്ക്? വന്നിട്ടുണ്ടെങ്കിലേ അത് നിന്റെ നാശത്തിലേക്ക്. മടി. മോൾ അതൊന്നും ഇപ്പൊ കാര്യമാക്കണ്ട.